അടുത്ത് ലൂക്കോസ് സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്നത് ലൂക്കോസ് 10:16, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ, അപ്പോസ്തലനെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. വീണ്ടും ഒരു വായ്മൊഴി, 2 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. യോഹന്നാൻ സുവിശേഷം 13:20 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോസ്തലന്മാർ വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്, നരകത്തിലേക്ക് പോകും, ഉറപ്പാണ്. ഇതാണ് ബൈബിൾ, ഇങ്ങനെ ഒരു ചരിത്രമാണ് ബൈബിൾ. അനേകം പേർക്ക് ഇത് മറഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു സുവിശേഷം ഏറ്റവും എളിമയിൽ താഴ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എളിമ ധരിക്കുന്നവർക്ക് ദൈവം അതൊന്നും വെളിപ്പെടുത്തി കൊടുക്കുന്നു. സ്തോത്രം. ഇനി യോഹന്നാൻ സുവിശേഷം 17:20 യേശു ഇതുപോലെ വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു, യേശുവിനെ അയച്ചതുപോലെ അയച്ചു, പരിശുദ്ധാത്മാവ് നൽകി, അതായത് പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ ലഭിച്ചു വരുന്ന അപ്പോസ്തലന്മാരെ അവരുടെ വചനത്തെക്കുറിച്ച് പറയുന്ന നോക്കൂ. യോഹന്നാൻ, ഇത് യേശുവിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. യോഹന്നാൻ സുവിശേഷം 17:20 ഇവർക്കു വേണ്ടി മാത്രമല്ല, 17-ാമത്തെ അധ്യായം കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു. എന്നാൽ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ, അപ്പോസ്തലൻ പറയുന്ന വചനം കേട്ട് എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നോക്കൂ, അപ്പോസ്തലൻ്റെ വചനം തള്ളിക്കളയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും യേശു മധ്യസ്ഥ വഹിക്കില്ല. എല്ലാവർക്കും അവകാശപ്പെടാം. മോശയുടെ പിന്നാലെ 30 ലക്ഷത്തോളം ജനം വന്നു. അന്ന് ആ കാലത്ത് മോശയെ കേട്ടത് വളരെ ചുരുക്കം. മിസ്രൈമിലുള്ളവരാരും കേട്ടില്ല. 40 വർഷ യാത്രയിൽ ഏകദേശം 20 വർഷം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൽ ആരും കേട്ടില്ല, എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. 20 വർഷം ജനിച്ച കുഞ്ഞുങ്ങളും മരിച്ചു. ഏകദേശം 40 വർഷമായിരുന്നു. 20 വയസ്സ് യോശുവയും കാലേബും ഏകദേശം 20 വയസ്സോളമുള്ള, അതിൽ നിന്നും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുള്ളൂ. അന്നവർ പറഞ്ഞു, മോശേ നീ കൂടുതലൊന്നും പറയേണ്ട, നിനക്കും അത്ഭുതാടയാളം വീര്യപ്രവൃത്തി, ഞങ്ങൾക്കുണ്ട് അത്ഭുതാടയാളം വീര്യപ്രവൃത്തി. നിന്റെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല. നിന്റെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വസ്ത്രം മുഷിഞ്ഞിട്ടില്ല. നീ സമുദ്രത്തിന്മേലും മേഘത്തിന്മേലും സാധനമേറ്റു, ഞങ്ങൾ സാധനമേറ്റു. നീ സ്വർഗത്തിൻ്റെ മന്ന തിന്നു, ഞങ്ങൾ സ്വർഗത്തിൻ്റെ മന്ന തിന്നു. നോക്കൂ, നീ പറഞ്ഞു നിന്നെ കേട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്നു, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇന്നും അതുപോലെ തന്നെ അനേകം സഭകൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന അടയാളം, അന്യഭാഷ പ്രവചനം, ദർശനം, ദൂത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിക്കുന്നു. ഇതൊക്കെയാണ്. ഇതൊന്നുമല്ല, ഇത് യൂദയും ചെയ്തു. യൂദ പിശാചാണെന്ന് യേശു പറഞ്ഞു. അവൻ മരിച്ചവരെ ഉറപ്പിച്ചിട്ടുണ്ട്, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ശിഷ്യന്മാരെ വന്നപ്പോൾ പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. യേശു എന്താ പറഞ്ഞത്? ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ട്, എഴുതിയിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സന്തോഷിപ്പേൻ. നോക്കൂ, ഇന്ന് മോശ അക്കാലത്ത് പറഞ്ഞിരുന്നു, മോവാബ്യ അരാമ്യ ദേശത്തിൽ കടന്നു വന്നപ്പോൾ നിങ്ങൾ വല്ല പ്രകാരം പിന്തിരിഞ്ഞ് ജാതികൾ നിങ്ങളോട് ഇടകലരരുത്, അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്, ഇവിടെ നിന്ന് അങ്ങോട്ടും